ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി പീസി ആയിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ മുകളിലേക്ക് നെയ്യ് തൂവി കൊടുക്കുക. ഇന്ന് കൊണ്ടുവന്ന നാടൻ പശു നെയ്യാണ് കേട്ടോ. ബ്രെഡ് തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നമുക്ക് 2 മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തക്കാളി എടുത്തിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നീട് കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ ഒരു ചെറിയൊരു സവോളയുടെ പകുതി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവേ. പെട്ടെന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. പിന്നീട് ഞാൻ കുറച്ച് മയോണൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെജ് മയോണൈസാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. മയോണൈസിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ട അപ്പത്തേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ. എൻ്റെ കൈ പൊള്ളി. അത് കുറച്ച് സമയം പണിപ്പെട്ടിട്ടാണ് ഞാൻ മുട്ടയൊന്നും പൊളിച്ചെടുത്തത്. മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തത് കെറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നത് വെന്തിട്ടുണ്ടോ എന്തോന്ന്. പക്ഷേ കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഈ കാണുന്നതുപോലെ മുറിച്ചെടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ബ്രെഡിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട വെച്ച് പിന്നെ വീണ്ടും ഒരു ബ്രെഡിൻ്റെ പീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ച് റെഡി ആയിട്ടോ. ഇതെൻ്റെ സിമ്പിളായിട്ടുള്ള സാൻഡ്വിച്ചാണ്. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്